വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആ കവറു, എന്താ വർത്താനം? വരാൻ പറ്റില്ലേ? എന്തു പറ്റി? ഉം, ഉം, ശരി ശരി, റബ്ബ് ശിഫ നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൈനുക്ക, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. എന്താ സൈനുക്ക, പതിവ് പോലെ ഉഷാറില്ലല്ലോ? എന്തു പറ്റി? എന്താ ബേജാറായിരിക്കുന്നേ? എന്റെ പൊന്നിക്ക, ഇത്രയും ഭംഗിയുള്ള ബീച്ചിനടുത്ത് വന്ന് ആരെങ്കിലും സാഡ് മൂഡിൽ നിൽക്കോ? ഇക്ക, ഈ ബീച്ചിന്റെ ഭംഗി ഒന്ന് ശ്രദ്ധിച്ചേ, എന്താ മനോഹരമല്ലേ? ഇക്ക, നിങ്ങളെ നിമിഷ കവിയല്ലേ? ഈ തിരുമാലുകളുടെ താളത്തിനൊത്ത് ഒരു പാട്ട് പാടിക്കേ. അത് വേണോ ഹാമിദേ? വേണം വേണം വേണം, മൂടൊന്ന് മാറ്റണ്ടേ സൈനുക്ക? തിരമാലകളൊരു കുളിരാണ്, നയനങ്ങളിലത് നിധിയാണ്, മിഴിക്കാതില് അത് കൊതിയാണ്, ഇത് ഞങ്ങളുടെ തേൻ തണലാണ്. തിരമാലകളൊരു കുളിരാണ്, നയനങ്ങളിലത് നിധിയാണ്, മിഴിക്കാതില് അത് കൊതിയാണ്, ഇത് ഞങ്ങളുടെ തേൻ തണലാണ്. കിട്ടില്ലൻ കിടിലോസ്കി പാട്ടിക്ക, സൈനുക്കാന്റെ ബേജാറൊക്കെ വിമാനം കയറിപ്പോയിട്ടാ. ഇനി സാഡ്നസ് ബാക്കി ഹേ ബടാ ബായ്, ബോൾ ബോൾ ബോൾ. ഹാമിദേ, അത് ഇമ്മിന് വലിയ കാര്യമൊന്നുമില്ലേലും ലേശം പിടിവിട്ടാണ് കാര്യങ്ങളുടെ പോക്ക്. സൈനുക്ക, നിങ്ങൾ കാര്യം തെളിയിച്ച് പറയക്ക. കഴിഞ്ഞ ആഴ്ച അബൂഖാന്റെ കടയിൽ ഞാനും കമറും കുഞ്ഞാപ്പിയും എല്ലാം ഇരുന്ന് ചായ കുടിക്കുകയായിരുന്നു. നല്ല ഉഷാർ ചായ. അവിടെ കുറച്ച് യുവാക്കൾ ഉണ്ടായിരുന്നു. നിനക്ക് കമറൂനെ അറിയാമല്ലോ. കമർ യുവാക്കളുമായി വളരെ വേഗത്തിൽ തന്നെ സൗഹൃദത്തിലാവുകയും അവരെ തമാശയൊക്കെ പറഞ്ഞ് രസിപ്പിച്ചതിനോടൊപ്പം അവർക്ക് ദീനിയായ ദഅവത്ത് നൽകി. മനുഷ്യരെ സൃഷ്ടിച്ച റബ്ബിനോട് നന്ദിയുള്ളവരാകേണ്ട ബാധ്യത അവരെ ബോധിപ്പിക്കുകയും ചെയ്തു. അള്ളാഹുവിനോട് മനുഷ്യൻ നന്ദി കാണിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു കഥ ആ കുട്ടികൾക്ക് കമറു പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. കഥയൊക്കെ കേട്ട് കുട്ടികൾ നല്ല എനർജറ്റിക് ആയി അവർ അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്തു. റബ്ബിന്റെ വിധിയല്ലാതെ മറ്റെന്ത്? അവിടെ ഒരു രസം കൊലി ഇരുന്നത് ഞങ്ങൾ ആരും ശ്രദ്ധിച്ചില്ല. അതാരായി രസം കൊല്ലി? അത് നിരീശ്വരവാദി ജബ്ബാറിന്റെ മോൻ കലാമാണ്. കലാമിന് ഈ കഥയും യുവാക്കളുടെ സന്തോഷമൊന്നും രസിച്ചില്ല. കലാം ചാടി എഴുന്നേറ്റ് ഞങ്ങളെയും ദീനെയും റബ്ബിനെയും റസൂലിനെയും ഒക്കെ അസഭ്യം പറഞ്ഞു. അതെനിക്ക് സഹിച്ചില്ല. ഞാൻ കലാമിനെ എതിർത്ത് സംസാരിച്ചു. അങ്ങനെ വാക്കേറ്റമായി. അവസാനം കലാം ഒരു വെല്ലുവിളി പാസാക്കി. ചങ്കൂറ്റം ഉണ്ടെങ്കിൽ അവനോട് സമ്മതിച്ച് ദൈവം യാഥാർത്ഥ്യമെന്ന് തെളിയിക്കാൻ വെല്ലുവിളി കമറു ഏറ്റെടുത്തിരുന്നു. പക്ഷേ എന്തു പക്ഷേ? അത് പിന്നെ കമറുവിന്റെ ഉമ്മാക്ക് ന്യൂമോണിയായി മെഡിക്കൽ കോളേജിലാണ്. അവന് വരാൻ കഴിയില്ല. കമറൂന് പകരം വിഷയ സംബന്ധമായി സംസാരിക്കാൻ പറ്റിയ ആള് വേറെ ഇല്ല. അതാണ് ഹാമിദേ എന്റെ ബേജാറ്. യാ അള്ളാ. സൈനുക്ക, അത് ബേജാറാക്കണ്ട, ആളെ ഞാൻ സെറ്റാക്കാം. തിരുവനന്തപുരം അലി സ്കൂളിൽ നിന്ന് ഹിഫ്ള് പഠനം പൂർത്തിയാക്കിയ ഒരു ബന്ധു എനിക്കുണ്ട്, അൽ ഹാഫിസ് ഹാഷിർ അസ്ഹർ. ഞാൻ വിളിച്ചാൽ ദുനിയാവിൽ എവിടെയാണെങ്കിലും അവൻ വരും ഇൻഷാ അല്ലാ. അല്ലെങ്കിൽ തന്നെ ഈ യുക്തിവാദികൾക്ക് എന്ത് യുക്തിയുണ്ട് ഹേ? പണ്ടൊരിക്കൽ എറണാകുളം ബസ് സ്റ്റേഷനിൽ നിന്ന് കൊല്ലത്തേക്ക് പോകാൻ വേണ്ടി കോഴിക്കോട്ട് ബസ്സിൽ മാറിക്കേറിയ യുക്തിവാദി അടുത്തിരുന്ന യാത്രക്കാരനോട് ചോദിച്ചു അത്രേ, എവിടേക്കാണ് യാത്ര? യാത്രക്കാരൻ പറഞ്ഞു, കോഴിക്കോട്ടേക്ക്. അത് കേട്ട യുക്തിവാദി അഭിമാനത്തോടെ പറഞ്ഞു അത്രേ, ഒരേ സീറ്റിൽ ഒരേ സമയം യാത്ര ചെയ്യുന്ന രണ്ടു പേരിൽ ഒരാൾ കൊല്ലത്തേക്കും ഒരാൾ കോഴിക്കോട്ടേക്കും യാത്ര ചെയ്യുന്ന തരത്തിൽ ശാസ്ത്രം പുരോഗമിച്ചിരിക്കുന്നു. ദൈവം ശാസ്ത്രത്തിന്റെ മുന്നിൽ തോറ്റു. നിരീശ്വരവാദി ആയതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എന്ന് പറഞ്ഞ യുക്തിവാദിയുടെ യുക്തിയും പിന്മുറക്കാരുടെ യുക്തിയും വല്ലാത്ത ജാതി തന്നെ എന്റെ സൈനുക്ക. പടച്ചോൻ ഇവർക്കൊക്കെ ഹിദായത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബ്. ഇക്ക, കമർ ഏത് കഥ പറഞ്ഞപ്പോഴാണ് കലാം കളി തുള്ളിയത്? അത് മാഷാ അല്ലാ, നല്ല മനോഹരമായ കഥയായിരുന്നു. അതൊന്ന് പറഞ്ഞു തരോ ഇക്ക, ഞാനും കേൾക്കട്ടെ.
ഇൻഷാ അല്ലാ സാധിക്കുന്ന തരത്തിൽ കമറൂന്റെ ശൈലിയിൽ തന്നെ പറയാൻ ശ്രമിക്കാം. പണ്ട് പണ്ട് ധനികർക്കൊക്കെ അടിമകൾ ഉണ്ടായിരുന്ന കാലം. വളരെ ദയാലുവായ ഒരു യജമാനന്റെ അടിമയായിരുന്നു മഹാനായ ലുഖ്മാൻ എന്നൊരടിമ. പക്ഷേ ഇത് വെറും ഒരു അടിമയായിരുന്നില്ല, ഒരു അടിമയായിരുന്നു. സോ കൈൻഡ്, സോ സ്മാർട്ട്, സോ പയസ് ആൻഡ് സോ പൊലൈറ്റ്. അതുകൊണ്ട് തന്നെ യജമാനൻ ഈ അടിമയോട് ഭയങ്കര സ്നേഹമായിരുന്നു. ഒരു വേള സ്വന്തം മക്കളെക്കാളും ഈ യജമാനൻ തന്റെ അടിമയെ സ്നേഹിച്ചു. പലപ്പോഴും ഈ അടിമ ഭക്ഷണം കഴിക്കാതെ ഈ യജമാനൻ ഭക്ഷണം പോലും കഴിച്ചിരുന്നില്ല. ഒട്ടകങ്ങൾ പോലും വിയർത്തു പോകുന്ന ഒരു ഉഷ്ണകാലത്ത് നമ്മുടെ യജമാനന്റെ ഒരു ഫ്രണ്ട് തന്റെ തോട്ടത്തിൽ നിന്നും നല്ല കുറച്ച് തണ്ണിമത്തൻ നമ്മുടെ യജമാനന് ഗിഫ്റ്റായി കൊണ്ടുപോയി കൊടുക്കുക. ഇത് കണ്ട ലുക്മാൻ ആ തണ്ണിമത്തനുകളൊക്കെ എടുത്ത് നല്ല തണുത്ത പളത്തില് അതൊന്ന് തണുപ്പിക്കാൻ വെക്കുക. ആ കാലത്ത് ഇപ്പൊ ഫ്രിഡ്ജൊന്നും ഇല്ലല്ലോ. അല്ലെങ്കിലും ഈ നല്ല ചൂടുള്ള സമയത്ത് നല്ല തണുത്ത തണ്ണിമത്തം കഴിക്കാന്ന് പറഞ്ഞാൽ ഓഫ്, അത് വേറൊരു ഫീലിംഗ് ആണ്. നല്ലൊരു ഉച്ചമയക്കൊക്കെ കഴിഞ്ഞ് യജമാനൻ നിങ്ങൾ എണീറ്റപ്പോ ലുക്മാൻ പെട്ടെന്ന് തന്നെ ആ തണ്ണിമത്തം ഫ്രഷായി എടുത്തുകൊണ്ടുവന്ന് നമ്മുടെ യജമാനന്റെ മുന്നിൽ വെച്ചു കൊടുത്തു. യജമാനൻ എന്ന ആദ്യം ചെയ്തത് അതിൽ നിന്നൊരു കഷ്ണം എടുത്തിട്ട് ലുക്മാന് കൊടുക്കുകയാണ്. നീ കഴിക്കടാ. ലുക്മാൻ അതിൽ നിന്നൊരു കഷ്ണം എടുത്ത് വായിൽ വെച്ചു. ഒരു കഷ്ണം കടിച്ചതും ആ എന്ത് ടേസ്റ്റ് ഈ തണ്ണിമത്തന്! ലുക്മാന്റെ ആവേശം കണ്ട് യജമാനൻ ഒരു കഷ്ണം കൂടി എടുത്ത് വീണ്ടും ലുക്മാൻ എന്നെ കൊടുത്തു. ലുക്മാൻ അത്യധികം ആവേശത്തോടെ അതും കഴിച്ചു. ലുക്മാൻ ആസ്വദിച്ച് കഴിക്കുന്നത് കണ്ട് സന്തോഷം വന്ന നമ്മുടെ യജമാനൻ വീണ്ടും വീണ്ടും ഓരോ കഷ്ണങ്ങളെടുത്ത് ലുക്മാന് കൊടുത്തുകൊണ്ടേയിരുന്നു. അവസാനം ഒരു കഷ്ണം മാത്രം ബാക്കിയായപ്പോ അത് സ്വയം കഴിക്കാൻ നമ്മളെ യജമാനൻ തീരുമാനിച്ചു. അങ്ങനെ തണ്ണിമത്തന്റെ ആ കഷ്ണം എടുത്ത് യജമാനൻ വായിലേക്ക് വെച്ചൊരു കടി അങ്ങ് കടിച്ചു. പെട്ടെന്ന് യജമാനന്റെ മുഖാകെ ചുവക്കാൻ തുടങ്ങി, പിന്നെ നീടിക്കാൻ തുടങ്ങി, വീണ്ടും ചുവക്കാൻ തുടങ്ങി. മുഖാകെ ചുളിഞ്ഞു, കണ്ണിൽ നിന്നൊക്കെ വെള്ളം ഇങ്ങനെ ഒഴുകി. ഒരു വാക്ക് മിണ്ടാനോ ഒന്ന് ശ്വാസം എടുക്കാൻ പോലും യജമാനന് കഴിയാതെയായി. 1 മണിക്കൂർ കഴിഞ്ഞാണ് നമ്മുടെ യജമാനന് ശ്വാസം പോലും വീണ്ടും കിട്ടിയത്. അപ്പോഴേ യജമാനന് മിണ്ടാൻ കഴിഞ്ഞുള്ളൂ. ആദ്യം തന്നെ ലുക്മാൻ തങ്ങളോട് ചോദിച്ചു, ലുക്മാനെ, എങ്ങനെയാടാ ഈ വിഷം പോലെ കയ്പുള്ള തണ്ണിമത്തൻ എന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചോണ്ട് നീക്ക് കഴിക്കാൻ കഴിഞ്ഞത്? ഇത് കേട്ടപ്പോ യജമാനന് ലുക്മാൻ കൊടുത്ത മറുപടിയാണ് നമ്മുടെ പോയിന്റ്. യജമാന, ഇത്രയും ദിവസം എനിക്ക് ഭക്ഷണവും വെള്ളവും പാർക്കാൻ ഒരു ഇടം നൽകിയത് നിങ്ങളല്ലേ. ഞാൻ ഇങ്ങനെ സുഭിക്ഷമായി ജീവിക്കുന്നത് നിങ്ങളുടെ ഔദാര്യം കൊണ്ട് മാത്രമാണ്. പിന്നെ ഒരു നേരം നിങ്ങൾ തന്ന ചവർപ്പേറിയ തണ്ണിമത്തം കാരണം നന്ദികേട് കാണിക്കുന്നത് എനിക്ക് ഇഷ്ടല്ല യജമാൻ. Gratitude isn't about how good today's food tastes. It's about remembering. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു കയ്പേറിയ അനുഭവം ഉണ്ടാകുമ്പോഴേക്കും ശ്വാസവായു നൽകുന്ന റബ്ബിനെ നമ്മൾ മറന്നു പോകരുത്. ലഇൻ ശകർതും ലഅസീദന്നകും. മാഷാ അല്ലാ, എന്ത് നല്ല കഥ. റബ്ബ് കലാമിന് ഹിദായത്ത് നൽകട്ടെ. സൈനുക്ക, ചർച്ച എവിടെ വെച്ചാണ് നടക്കുന്നത്? അതെന്റെ ഹൗസ് ബോട്ടിൽ വെച്ചാണ് നടക്കുന്നത്. ഇൻഷാ അല്ലാ, ശരിയക്ക. സലാമു അലൈക്കും. വലൈക്കും സലാം. ഹലോ ഗൈസ്, ലെറ്റ്സ് ഗോ. എന്നെ നിങ്ങൾ അറിയുമോ? നിങ്ങൾ എന്നെ അറിയുമോ? എന്നെ നിങ്ങൾ അറിയുമോ? നിങ്ങൾ എന്നെ അറിയുമോ? ഞാൻ ഓക്കെ, പറഞ്ഞുതരാം. ജയിക്കാൻ ജനിച്ചവൻ, ഭരിക്കാൻ മികച്ചവൻ, പറയാൻ പഠിച്ചവൻ, കുതിച്ചവൻ നയിക്കാൻ, നിന്നച്ചവൻ. ജയിക്കാൻ ജനിച്ചവൻ, ഭരിക്കാൻ മികച്ചവൻ, പറയാൻ പഠിച്ചവൻ, കുതിച്ചവൻ. ഞാൻ ഓ വെതി ഒതുങ്ങിയ കണ്ടുവോ? യുക്തി ഹീറോ ആകുമോ അതോ ഭക്തി സീറോ ആകുമോ? ഓക്കെ ഗൈസ്, നമുക്ക് നോക്കാം. യുക്തിപാഠം വേദിയോ ഭക്തി പീഠം വേദിയോ, യുക്തിപാഠം വേദിയോ ഭക്തി പീഠം വേദിയോ. യമോനെ
ഓ ഓ കണ്ടറിഞ്ഞു കേൾക്കുക കേട്ടറിഞ്ഞു ഉയരുക എൻ്റെ കൂടെ പോരുക കണ്ടറിഞ്ഞു കേൾക്കുക കേട്ടറിഞ്ഞു ഉയരുക എൻ്റെ കൂടെ പോരുക. ഓക്കെ ഓക്കെ ഓക്കെ, കമോൺ എവരിവൺ, ലെറ്റ്സ് ഗോ. കലാമേ, മോനെന്താ മുഖം മുറിച്ച് നിൽക്കുന്നത്? ഇസ്ലാമിൽ സ്ത്രീകൾക്ക് ഫ്രീഡം ഒന്നും ഇല്ലല്ലോ, അതിനെതിരെ പ്രതിഷേധിക്കാനാണ് ഞാൻ മുഖം മറച്ചു നിൽക്കുന്നത്. മോനെ കലാമേ, ഇതാണ് ഹാഷിർ, ഖുർആൻ ഹാഫിദാണ്. കലാമിന്റെ സംശയങ്ങൾക്കെല്ലാം മറുപടി ഹാഷിർ നൽകും. ഹാഷിറെ, കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തോളി. ബിസ്മില്ലാഹ് നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം. സഹോദരൻ കലാമിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ മുഖം വ്യക്തമാക്കാം. ചർച്ച കഴിഞ്ഞ് പ്രതിഷേധിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. സഹോദരന്റെ ആശങ്ക ഇസ്ലാമിൽ സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ല എന്നും ശരീരം മുഴുവൻ മറക്കേണ്ട ഗതികേടിലാണ് മുസ്ലിം സ്ത്രീ എന്നുമാണ്. പ്രിയ സുഹൃത്തെ, സാധാരണ നാസ്തികർ പറയാറുണ്ട്, പുരുഷന്റെ മനോഭാവമാണ് മാറേണ്ടത്, അതല്ലാതെ സ്ത്രീയുടെ വസ്ത്രമല്ല. എന്നാൽ ഇസ്ലാം പുരുഷന്റെ മനോഭാവത്തിലും സ്ത്രീയുടെ വസ്ത്രധാരണത്തിലും പാലിക്കേണ്ട മാനുഷിക ധാർമ്മികതയാണ് ഉയർത്തിപ്പിടിക്കുന്നത്. സുഹൃത്തെ, നിങ്ങൾ താമസിക്കുന്ന സ്ട്രീറ്റിലെ പല വീടുകളിൽ തുടർച്ചയായി മോഷണം നടന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? സ്വാഭാവികമായും നിങ്ങളും അയൽവാസികളുമൊക്കെ കൂടിയാലോചിച്ച് അവിടെ CCTV സജ്ജീകരിക്കും. വീടുകളിലെ ലോക്കുകൾ ഏറ്റവും മികച്ചതാക്കും. അങ്ങനെയല്ലേ ചെയ്യുക? അതല്ലാതെ നാട്ടിൽ കളവ് നടത്തിയത് കള്ളനാണ്, ആയതിനാൽ കള്ളൻ മാത്രമാണ് നന്നാകേണ്ടത്, അതല്ലാതെ നമ്മൾ പൈസ ചിലവാക്കി CCTV ക്യാമറ വെക്കേണ്ട ആവശ്യമില്ല എന്ന് ബുദ്ധിയുള്ളവർ തീരുമാനിക്കുമോ? അതുപോലെ സ്ത്രീ ശരീരം സംരക്ഷിക്കപ്പെടാനാണ് ഇസ്ലാം ഹിജാബ് നിർദ്ദേശിച്ചത്. അതോടൊപ്പം പുരുഷൻ സ്ത്രീയെ അനാവശ്യമായി അധമ ചിന്തയോടെ നോക്കരുത് എന്നും കൽപ്പിച്ചു. സാധാരണ പറയാറില്ലേ, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. രോഗം വന്ന ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരാതെ പ്രതിരോധിക്കലാണ് ഉത്തമം. ആയതിനാൽ ഹിജാബ് ഒരു പ്രതിരോധമാണ്, അതല്ലാതെ സ്വാതന്ത്ര്യമില്ലായ്മ അല്ല. കൗശലക്കാരായ അധമ ചിന്തയുള്ള വേട്ടക്കാരുടെ വേട്ടയ്ക്ക് വിധേയരാകാതെ സമാധാന സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനുള്ള മുതൽക്കൂട്ടാണ് ഹിജാബ്. കലാമിന് വസ്തുതകൾ ബോധ്യപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം ചോദിക്കാം. നിങ്ങൾക്ക് ദൈവത്തെ ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിയുമോ? സഹോദരന്റെ ചോദ്യം ഇപ്രകാരമാണ്: ദൈവത്തെ ശാസ്ത്രീയമായി തെളിയിക്കാൻ പറ്റുമോ? വാസ്തവത്തിൽ ഈ ചോദ്യം തന്നെ അപ്രസക്തമാണ്. ദൈവം എന്താണ്, ശാസ്ത്രം എന്താണെന്ന കൃത്യമായ ബോധ്യം ഇല്ലാത്തതിനാലാണ് പ്രസ്തുത ചോദ്യം ഉന്നയിക്കപ്പെട്ടത്. സുഹൃത്തെ, മനുഷ്യന് അറിവ് നൽകുന്നത് ശാസ്ത്രം മാത്രമല്ല. എല്ലാത്തിനും ഓരോ മേഖലകളുണ്ട്. ശാസ്ത്രത്തിനും അതിന്റെ മേഖലയുണ്ട്. ശാസ്ത്രം പഠിക്കാൻ ശ്രമിക്കുന്നത് മെറ്റീരിയൽ വേൾഡ്, പദാർത്ഥ പ്രപഞ്ചത്തെ കുറിച്ചാണ്. ഈ കാണുന്ന ഒബ്സർവബിൾ വേൾഡിനെ കുറിച്ച് പഠിക്കാൻ മാത്രമേ ശാസ്ത്രത്തിന് സാധിക്കുകയുള്ളൂ. ഈ പ്രപഞ്ചത്തിലെ മെറ്റീരിയൽ തിങ്സിനെ കുറിച്ച് നിരന്തരമായ പഠനം നടത്തുക, അഥവാ കണ്ടിന്യൂസ് പ്രോസസ് ഓഫ് ലേണിംഗ്, ദാറ്റ് സയൻസ്. സുഹൃത്തെ, സയൻസ് പ്രപഞ്ചത്തിന്റെ ഉള്ളിലുള്ള വസ്തുവിനെ കുറിച്ചാണ് പഠിക്കലാണ്. ദൈവം അള്ളാഹു പ്രപഞ്ചത്തിലെ ഉള്ള വസ്തുവല്ല. ദൈവം ഒരു മനുഷ്യനോ, ദൈവം ഒരു മൃഗമോ, കല്ലോ, സൂര്യനോ, ചന്ദ്രനോ, നക്ഷത്രമോ ആയിരുന്നെങ്കിൽ ദൈവത്തെ ശാസ്ത്രീയമായി തെളിയിക്കൂ എന്ന വാദത്തിന് പ്രസക്തിയുണ്ട്. പ്രിയ സഹോദര, പ്രപഞ്ചത്തിന്റെ ഉള്ളിലുള്ള വസ്തുക്കളെ കുറിച്ച് പഠിക്കുന്ന സയൻസ് കൊണ്ട് പ്രപഞ്ചാതീതനായ അള്ളാഹുവിനെ തെളിയിക്കണമെന്ന മനോഭാവം ശുദ്ധ വിഡ്ഢിത്തമാണ്. യാഥാർത്ഥ്യം അപ്രകാരമെങ്കിൽ ദൈവത്തെ എങ്ങനെ തെളിയിക്കും? സയൻസ് മാത്രമല്ല നമുക്ക് അറിവ് നൽകുന്നത്. 10നോട് 10 കൂട്ടിയാൽ 20 എന്ന് ഏതെങ്കിലും ലാബിൽ പ്രൂവ് ചെയ്തിട്ടല്ലല്ലോ നാം അംഗീകരിക്കുന്നത്. അത് മാത്തമാറ്റിക്സ് ആണ്. മാത്തമാറ്റിക്സ് എന്നാൽ ആപ്ലിക്കേഷൻ ഓഫ് ലോജിക് ആണ്. ലോജിക് ഒരിക്കലും എംപിരിക്കൽ ആയിട്ട് പ്രൂവ് ചെയ്യാൻ സാധിക്കില്ല. ആയതിനാൽ ലോജിക് അറിവ് നേടാനുള്ള മാർഗമാണ്. തീർച്ചയായും ശാസ്ത്രീയമായി ലാബിൽ തെളിയിക്കുന്നതിനപ്പുറത്ത് ചില സത്യങ്ങളും യാഥാർത്ഥ്യങ്ങളും ഉണ്ട്. തീർച്ചയായും ലോജിക്കിലൂടെ നമുക്ക് ദൈവത്തെ കണ്ടെത്താൻ സാധിക്കും. അതുപോലെ അറിവ് നേടാനുള്ള മറ്റൊരു മാർഗമാണ് ടെസ്റ്റിമണി. ഗാന്ധിജി എന്ന വ്യക്തി, ടിപ്പു സുൽത്താൻ എന്ന വ്യക്തി ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നുള്ളത് ലാബിൽ സയന്റിഫിക് ആയിട്ടാണോ പ്രൂവ് ചെയ്യേണ്ടത്? അല്ല, അല്ല. അത് ശരിയായ ആധികാരികമായ ചരിത്ര പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രൂവ് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ ആധികാരികതയിൽ മനുഷ്യന് വിശ്വസിക്കുന്നു. ഇത്തരത്തിൽ ടെസ്റ്റിമോണിയൽ ആയിട്ടുള്ള ധാരാളം എവിഡൻസുകൾ ദൈവത്തിനും മതത്തിനുമുണ്ട്.
അതുപോലെ അറിവ് നൽകുന്ന ഘടകമാണ് ഇൻഡ്യൂറ്റീവായ നോളജ്, അഥവാ പ്രകൃതിപരമായി ധാരാളം സത്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. നാം ഈ കാണുന്ന ലോകം യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കുന്നു. ചിലർ ഈ ലോകം വെറും സ്വപ്നമാണെന്നും മായയാണെന്നും വിശ്വസിക്കുന്നുണ്ട്. നാം ഇപ്പോൾ ഉള്ള മനോഹരമായ ബോട്ട്, ഈ സുന്ദരമായ കായൽ, മരങ്ങൾ, നാം ഉപയോഗിക്കുന്ന ഫോണ്, ബൈക്ക്, കാറ്, ഇവകൾക്കൊക്കെ നിർമ്മാതാക്കൾ ഉണ്ടെന്നും വിശ്വസിക്കുന്നു. വസ്തുത അങ്ങനെയെങ്കിൽ മനുഷ്യരായ നമ്മൾക്കൊരു നിർമ്മാതാവില്ലേ? ഒരു സൃഷ്ടാവില്ലേ? ഈ വിശാലമായ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവ് വേണ്ടേ? തീർച്ചയായും വേണം. അതാണ് ഏകനായ സൃഷ്ടാവായ പരിപാലകനായ ദൈവം അല്ലാഹു റബ്ബുൽ ആലമീൻ. റബ്ബിനെ മനസ്സിലാക്കാൻ, റബ്ബിനെ അറിയാൻ പറയപ്പെട്ട കാര്യങ്ങൾ കാരണമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്, ദുആ ചെയ്യുകയാണ്. അള്ളാഹു സഹോദരന് ഹിദായത്ത് നൽകട്ടെ, സന്മാർഗം കാട്ടിത്തരട്ടെ. ആമീൻ. ഉസ്താന്റെ SMS ആണല്ലോ. ഹാഷിർ, വാട്സപ്പിൽ ഒരു വോയിസ് ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ കലാമിനെ ഒന്ന് ഈ വോയിസ് കേൾപ്പിക്കണം. വാട്സപ്പ് ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഈ വാട്സപ്പ് എവിടെ കിടക്കുന്നു? കിട്ടി. കലാമേ, എന്റെ ഉസ്താദ് അയച്ചതാ. ഈ വോയിസ് ഒന്ന് കേട്ടോളി. ഞാൻ നിങ്ങൾക്ക് ഒരു മാങ്ങ തന്നു. നമ്മൾ ആ മാങ്ങ ലോകത്തിലെ ഏറ്റവും വലിയൊരു ലാബിൽ കൊണ്ടുപോയിട്ട് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിൽ എത്ര വൈറ്റമിൻസ് ഉണ്ട്, എത്ര ആന്റി ഓക്സിഡൻസ് ഉണ്ട്, അത് പഴുക്കാനെടുത്ത സമയം എത്രയാണ്, അതിന്റെ ജെനറ്റിക് കോഡ് എന്താണ്, DNA എന്താണ്, ഇങ്ങനെയുള്ള കംപ്ലീറ്റ് ഡാറ്റയും നമുക്ക് സയൻസ് കൃത്യമായിട്ട് പറഞ്ഞുതരും. പക്ഷെ ആ മാങ്ങയുടെ ഉള്ളിലുള്ള ഓരോ മോളിക്കുലർ ലെവലും ഓരോ തന്മാത്രയും നമ്മൾ ടെസ്റ്റ് ചെയ്താൽ പോലും വർഷങ്ങൾക്ക് മുമ്പ് ആ മാങ്ങ ഉണ്ടായിട്ടുള്ള മാവ് നട്ടത്, അത് ആര് നട്ടുവെന്നോ അയാൾ അത് എന്തിനു നട്ടുവെന്നോ സയൻസിന് പറഞ്ഞു തരാൻ കഴിയില്ല. ബിക്കോസ് ബിയോണ്ട് ദ ലിമിറ്റ് ഓഫ് സയൻസ്, അത് സയൻസിന്റെ പരിധിക്ക് അപ്പുറത്തുള്ള ഒരു കാര്യമാണ്. അതാണ് ഞാൻ പറയുന്നത്, ഒരു മാങ്ങയുടെ ഘടന പഠിച്ചത് കൊണ്ട് മാത്രം അത് നട്ട ഒരു കർഷകനില്ല എന്ന് വാദിക്കുന്നത് യുക്തിശൂന്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ പ്രപഞ്ചവും. ഇതിലെ ആറ്റങ്ങളെ കുറിച്ചിട്ടും ഗാലക്സികളെ കുറിച്ചിട്ടും ഒക്കെ പഠിക്കുന്നത് സയൻസ് ആണ്. ഈ എലമെന്റ്സ് പഠിച്ചതിന് ശേഷം ഈ ചേരുവകൾ വെച്ചിട്ട് ഇതിനൊരു സൃഷ്ടാവില്ല എന്ന് നമ്മൾ വാദിക്കുന്നത് യുക്തിയല്ല, അതൊരു ലോജിക്കൽ ഫാലസി അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ബ്ലൈൻഡ്നെസ്, ബുദ്ധിപരമായ അന്ധത എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. മനസ്സിലായോ? ഞാൻ നിങ്ങൾക്ക് വേറൊരു പോയിന്റ് പറഞ്ഞുതരാം. ഒരു സിസ്റ്റം വർഷങ്ങളോളം കൃത്യമായിട്ട് ഓർഡർ ആയിട്ട് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ അത് നിയന്ത്രിക്കപ്പെടുന്നതായിരിക്കണം. നിയന്ത്രിക്കപ്പെടാത്ത ഒരു സിസ്റ്റവും ഒരു കാര്യത്തിനും ഈ ലോകത്ത് കൃത്യതയോടെ നിലനിൽക്കാൻ കഴിയില്ല. ഭൗതിക ശാസ്ത്രത്തിൽ എൻട്രോപ്പി എന്ന് പറയുന്ന ഒരു ലോ പറയുന്നുണ്ട്. അഥവാ ഒരു ബാഹ്യമായിട്ടുള്ള ഇടപെടൽ, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ്, ഒരു എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ഇല്ലെങ്കിൽ എത്ര കൃത്യതയോടെ പോകുന്ന സിസ്റ്റവും അതിന്റെ ക്രമത്തിൽ നിന്ന് ക്രമരാഹിത്യത്തിലേക്ക് തകർന്നടിയുന്നു. ഫ്രം ഓർഡർ ടു ഡിസോർഡർ. ഇനി നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മളെ ഭൂമിയുടെ കറക്കം, സൂര്യന്റെ സ്ഥാനം, നക്ഷത്രങ്ങളുടെ സഞ്ചാര പദം, ഇത്രയും സങ്കീർണമായ ഒരു പ്രപഞ്ചം ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഒരു മിസ്റ്റേക്ക് പോലും സംഭവിക്കാതെ ഇത്രയും കൃത്യമായിട്ടുള്ള മാസ്റ്റർ ഡിസൈനിൽ ചലിച്ചുകൊണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു കൺട്രോളർ വേണോ വേണ്ടേ? ഈ ചോദ്യത്തിന് നിങ്ങളെ യുക്തിയാണ് ആൻസർ ചെയ്യേണ്ടത്, നിങ്ങളെ നേരത്തെയുള്ള മതവിശ്വാസമല്ല. നിങ്ങൾ സമയമെടുത്ത് ആലോചിച്ച് നോക്കുക. എനിക്ക് തിരക്കൊന്നുമില്ല, ഞാൻ നിങ്ങളെ ഫോഴ്സ് ചെയ്യുന്നുമില്ല, ഞാൻ എന്റെ കണ്ടന്റുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. നിങ്ങൾക്ക് ആലോചിക്കാം, ചിന്തിക്കാം, സ്വയം മനസ്സിലാക്കാം. നിങ്ങൾ എന്റെ അന്ധത ബാധിച്ച ഹൃദയം തുറപ്പിച്ചിരിക്കുന്നു. പ്രിയ ഹാഷർ, താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ഞാൻ അംഗീകരിക്കുന്നു. ഇത്രയും നാൾ ദൈവനിഷേധിയായി ജീവിച്ച എനിക്ക് അള്ളാഹു പുറത്തു തരുമോ? എനിക്ക് പശ്ചാത്താപമുണ്ടോ? എനിക്ക് റബ്ബ് മാപ്പ് നൽകുമോ? സൈനൂക്ക, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഈ ഒരു മനോഹര നിമിഷത്തിനാണ് ഞാൻ ദുആ ചെയ്തത്. മോനെ, തീർച്ചയായും നാം ആത്മാർത്ഥമായി തൗബ ചെയ്താൽ റബ്ബ് നമ്മുടെ സകല തെറ്റുകളും പുറത്തു തരും. അതല്ലേ ഇലാഹി സ്നേഹികൾ ഹൃദയം കൊണ്ട് പാടുന്നത്. അല്ലാ, നീയല്ലാതെ ആരുമില്ലൊരു കാവല്, അലിവിന്റെ നീരിനായി തേടുമീ വേഴാമ്പല്, ഓരോരോ കാലടി കബറിലേക്കാണെന്നോർക്കാതെ ഓടിത്തളർന്നു ഞാൻ തെറ്റിൻ പാതയിൽ വല്ലാതെ, കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനേ, കരളിന്റെ നോവുകളെല്ലാം കാണുന്ന ഫർദാനേ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ,
അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹുവേ, നിന്നെ റബ്ബായും ഇലാഹായും ഞാൻ അംഗീകരിക്കുന്നു. റസൂലിന്റെ ജീവിതം പിൻപറ്റാമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا يا رب شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا يا رب